NSSനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത കേരള നായർ സമാജം. സമുദായാംഗങ്ങൾക്ക് ഒരു സഹായവും NSS നൽകുന്നില്ല. തന്റെ ആജ്ഞാനുവർത്തികളെ മാത്രമാണ് സുകുമാരൻ നായർ സ്ഥാനങ്ങളിൽ നിയമിക്കുന്നത്. NSS നോ സർവീസ് സൊസൈറ്റിയായി മാറിയെന്നും നായർ സമാജം ഭാരവാഹികൾ ആരോപിച്ചു. സമൂഹത്തിന് യാതൊരുവിധ പ്രയോജനവുമില്ലാത്ത, നായർ സമുദായത്തിന് ഒരു ഉപകാരപ്പെടാത്ത നായർ സർവീസ് സൊസൈറ്റി എന്ന പേരാണെങ്കിൽ പോലും ഞങ്ങളിപ്പോൾ അതിനെ വിളിക്കുന്നത് നായർ സമുദായത്തിലെ താഴെ തട്ടിലുള്ള കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് അതിൽ നിന്നും ഒരു സർവീസും കിട്ടുന്നില്ല. അതുകൊണ്ട് നോ സർവീസ് സൊസൈറ്റി എന്ന് ഞങ്ങൾ അതിനെ പുനർനാമകരണം ചെയ്യേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ്. കേരള ഗവൺമെൻറ്റിൽ നിന്നും കിട്ടുന്ന കോളേജിലും സ്കൂളുകളും നിന്നും കിട്ടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് കിട്ടുന്ന ഗ്രാൻറ്റും അവിടെ കിട്ടുന്ന അപ്പോയിൻമെൻറ്റും കൊണ്ട് മാത്രം തൻ്റെ പാർശ്വവർത്തികളെ കുത്തി നിറച്ചുകൊണ്ട് അതിൻ്റെ നേതൃത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മന്നം ജയന്തിയിൽ നിന്നും അറ്റോർണി ജനറൽ വെങ്കിട്ടരമണി പിന്മാറിയത് സുകുമാരൻ നായർക്കെതിരായ പരാതികൾ മൂലമാണ്. പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് ആവശ്യപ്പെട്ട് വിവിധ NSS യൂണിയൻ ഭാരവാഹികൾ വെങ്കിട്ടരമണിക്ക് പരാതി നൽകിയിരുന്നു. അപ്രസക്തനായ നേതാവിനെയാണ് ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചിരിക്കുന്നതെന്നും ചെന്നിത്തലയെ ഉന്നമിട്ട് സമസ്ത നായർ സമാജം നേതാക്കൾ ആരോപിച്ചു. അതേസമയം NSS ആസ്ഥാനമായ പെരുന്നയിൽ മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും ഭാരവാഹികളും മന്നം സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും. തുടർന്ന് 10-ന് ചേരുന്ന പ്രതിനിധി സമ്മേളനത്തിൽ സുകുമാരൻ നായർ അംഗങ്ങളെ അഭിസംബോധന ചെയ്യും. നാളെ നടക്കുന്ന പൊതുസമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. 11 വർഷങ്ങൾക്ക് ശേഷമാണ് ചെന്നിത്തല NSS വേദിയിലെത്തുന്നത്. ഈ പരാതിയുടെ ബേസിലാണ് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് സുകുമാരൻ നായർക്കെതിരെയുള്ള അലിഗേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ പരാതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 3 അദ്ദേഹത്തിനെതിരെ നിയമപരമായ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കമ്പനി നിയമപ്രകാരം. അതുകൊണ്ട് അദ്ദേഹമായിട്ട് വേദി പങ്കിടുന്നത് ശരിയല്ല. അതുകൊണ്ട് അങ്ങ് അത് ആലോചിച്ച് നടപടി എടുക്കണമെന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. ഒരിക്കലും വെങ്കിട്ടരമണിയെ പോലുള്ള ഒരാളെ ഇവര് എന്തുകൊണ്ട് ക്ഷണിച്ചു എന്നുള്ളതിനെ പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ BJP ഗവൺമെന്റിന്റെ അറ്റോർണി ജനറലിനെ ഇവര് ക്ഷണിക്കണോ? എന്താ അതിന്റെ പിന്നിലുള്ള കാര്യം? ഇവര് ഈ പെറ്റീഷനകത്ത് പറഞ്ഞേക്കുന്നത് തന്നെ കറക്റ്റ്. എന്താണ്? ഞങ്ങൾക്ക് അവിടെയൊക്കെ സ്വാധീനമുണ്ട്, എനിക്കെതിരെ കേസ് കൊടുത്താൽ നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ലെന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. അതാണ് ഈ പെറ്റീഷനകത്ത് അവർ പറഞ്ഞേക്കുന്നത്.